അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസിനികളെ, ഈ ഒരു പരിശുദ്ധമായ റമദാൻ കൂടി നമ്മോട് വിട പറയുന്നൊരു അവസരത്തിലാണ് നാം ഓരോരുത്തരുമുള്ളത്. നമ്മളെല്ലാവരും ഈ ഒരു പരിശുദ്ധമായ റമദാനിൽ ഒരുപാട് ഇബാദത്തുകളും അമലുകളുമെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. റമദാൻ തുടങ്ങിയ അന്നു മുതൽ ഈ ഒരു അവസാനിക്കുന്ന സമയം വരെ നമ്മൾ ഒരുപാട് ഖുർആൻ പാരായണങ്ങളിലൂടെയും അതുപോലെ തറാവീഹ് നമസ്കാരങ്ങളിലൂടെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറെ പ്രിയപ്പെട്ടവരായിക്കൊണ്ട് മാറുവാൻ പരിശ്രമിച്ച ആളുകളാണ്. എന്നാൽ ഈ ഒരു പരിശുദ്ധ റമദാൻ കഴിയുന്നതോടുകൂടി, പരിപൂർണമാവുന്നതോടുകൂടി നമ്മളെല്ലാവരും നമ്മുടെ പഴയ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു മാറുവാൻ ആഗ്രഹിക്കുന്ന, അതല്ലെങ്കിൽ തിരിച്ചു പോകുവാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെല്ലാവരും അതിൽ നിന്നൊരു വ്യത്യാസം വരുത്തേണ്ടത് നിർബന്ധമാണ്. നമ്മളെല്ലാവരും ഈ ഒരു റമദാനിൽ ഏത് തരത്തിലാണോ ജീവിച്ചു വന്നിട്ടുള്ളത് ആ ഒരു തരത്തിൽ തന്നെ അതിനുശേഷവും ശവ്വാലിലും അതുപോലെ അതിനുശേഷവുമെല്ലാം നമ്മൾ അതുപോലെ ജീവിക്കുവാൻ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നമൽ അഅമാലു ബിൽ ഖവാത്തീം. അതായത് ഓരോ അമലുകളും അതിൻ്റെ അവസാനത്തേതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുക എന്നുള്ളത്. നമ്മൾ കുറേ അമലുകൾ ചെയ്തിട്ട് പിന്നീട് നമ്മൾ തിന്മകളിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ അമലുകളെല്ലാം നിഷ്ഫലമായി പോകും. നമ്മുടെ അവസാനത്തെ അമലുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ഒരു നമ്മൾ ചെയ്തു വന്ന അമലുകളെല്ലാം അതുപോലെ നമ്മൾ തുടർത്തി കൊണ്ടുപോകുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ ഇൻ ഖൽ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നമ്മൾ ചെയ്യുന്ന അമലുകൾ തുടർത്തി കൊണ്ടുപോകുന്നതാണ്. അത് എത്ര ചെറുതാണ് എന്നുണ്ടെങ്കിലും അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ളത്. അതായത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് അമലുകൾ പല സമയങ്ങളിലായിട്ട് ചെയ്യുന്നതിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടമായിട്ടുള്ളത് ഒരു സ്ഥിരമായി കൊണ്ട് ചെറിയ ഒരു അമലെങ്കിലും ചെയ്യുന്നതാണ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു റമദാനിൽ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അതുപോലെ തുടർന്ന് 11 മാസങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. കാരണം റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എങ്ങനെയാണോ നോക്കി കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ ശവ്വാലിലും അതിനടുത്ത മാസങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നോക്കി കാണുമെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഓർമ്മ വേണം. ഈ ഒരു പരിശുദ്ധ റമദാനിനെ നമ്മൾ അതിൻ്റെ പരിശീലന കേന്ദ്രമായി കണ്ടുകൊണ്ട് ബാക്കി 11 മാസങ്ങളിലും അത് തുടർത്തി കൊണ്ടുപോകുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു അവസരത്തിൽ ഒരു പ്രാർത്ഥന കൂടി ഞാൻ ചൊല്ലിത്തരുകയാണ്. റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അതായത് ഞങ്ങളുടെ നാഥ, ഞങ്ങളെ സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിക്കരുത്. നിന്നിൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ചെയ്യണമേ. തീർച്ചയായും നീ വളരെയധികം ഔദാര്യം ചെയ്യുന്നവനാണ് എന്നുള്ള ഈ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അതുപോലെ മറ്റൊരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, നീ ഞങ്ങളുടെ ഹൃദയത്തെ നിന്റെ മാർഗത്തിൽ തന്നെ, നിന്റെ ദീനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണമേ എന്നുള്ള ഈ ഒരു പ്രാർത്ഥനയെല്ലാം നമ്മുടെ ജീവിതത്തിൽ സദാസമയവും ഉരുവിട്ടുകൊണ്ടിരിക്കേണ്ട ഒന്നാണ് എന്നുള്ളത് നമ്മളെല്ലാവരും ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.